അങ്ങനെ തരുൺമൂർത്തി ഡയറക്റ്റ് ചെയ്ത തുടരുമെന്ന സിനിമ കണ്ടു. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ വന്നിട്ട് ഹൗസ്ഫുൾ ആയിട്ട് ലാലേട്ടൻ ഫാൻസിൻ്റെ കൂടി ഈ പടം കാണണമെന്നാണ്. കാരണം അമ്മാതിരി കിടിലം പടം എന്ന് പറയാം. ഈ അടുത്തെങ്ങും ഇത്രയും മികച്ചൊരു പടം ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ വെറുതെ പറയുന്നില്ല, മനസ്സിൽ തട്ടി തന്നെ പറയാണ്. KR സുനിലും തരുൺമൂർത്തിയും ചേർന്നൊരുക്കിയ ആ ഒരു സ്ക്രിപ്റ്റ് എത്ര മനോഹരമായിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ നമുക്കറിയാം ഒരു ലെജൻഡറി ആക്ടറാണ്. അദ്ദേഹത്തിന് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ അദ്ദേഹം കിടിലനായിട്ട് പെർഫോം ചെയ്യും. അത് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഇന്റർവെൽ പഞ്ചെല്ലാം കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് അഴിഞ്ഞാടുകയാണ്. ഈ ചില സിനിമകൾ മാത്രമാണ് അതിലെ സീൻസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിപ്പോകുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ തരുൺമൂർത്തി ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് വില്ലൻ, എന്റെ പൊന്നെ, ആ റിവ്യൂവർ പറയത്തില്ലേ മോന്ത പിടിച്ച് തറയിൽ ഉരയ്ക്കാൻ തോന്നുന്നത്, അത്രയ്ക്ക് നമുക്ക് വെറുപ്പ് തോന്നിക്കുന്ന തരത്തിലുള്ള മികച്ച പ്രകടനം. അമേസിംഗ് ഒരു വില്ലൻ. ആൻഡ് ലാലേട്ടൻ, ശോഭന മാം, ബിനു പപ്പു, പ്രകാശ് വർമ്മ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. കൂട്ടത്തിൽ ജെയ്ക്സ് ബിജോയുടെ ഗംഭീര BGM. ഈ BGM എന്താന്നുള്ളത് പുള്ളിയെ കണ്ട് പഠിക്കണം എന്നാണ് എനിക്ക് പല മ്യൂസിക് ഡയറക്ടേഴ്സിനടുത്തും പറയാനുള്ളത്. വേണ്ടത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഷാജി കുമാർ നമുക്കറിയാം, പുലിമുരുകൻ പോലെയുള്ള ഗംഭീര പടങ്ങൾക്ക് ക്യാമറ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുറേ നല്ല വിഷ്വൽസും ഉണ്ട്. എല്ലാം കൂടെ ചേർന്ന് ഒന്നിനൊന്ന് മെച്ചമായ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടേണ്ട പടമാണ് തുടരും. ഉറപ്പായി നിങ്ങൾ പോയി കാണുക. അപ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം, മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും.